First of all, I thought of giving you a general introduction on communication. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് തരാം. അത് കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷനെ കുറിച്ച് പറയാമെന്നാണ്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരുന്ന കാര്യം എന്താണ്? ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് എ വേർഡ് വിച്ച് ട്വിൻ ടുഗെദർ വിത്ത് ഇൻഫർമേഷൻ. നമുക്കറിയാം കമ്മ്യൂണിക്കേഷനും ഇൻഫർമേഷനും ഈ രണ്ട് കാര്യങ്ങളും നമ്മളെപ്പോഴും ടുഗെദർ ഒന്നിച്ച് ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അല്ലേ. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു കണ്ടംപററി വേൾഡിൽ ദിസ് ഈസ് എ മോസ്റ്റ് ഹൈപ്ഡ് വേർഡ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതും ഈ ഒരു വാക്ക് തന്നെയാണ്. ബിക്കോസ് നമുക്കറിയാം, ആസ് യു ഓൾ നോ ദാറ്റ് നൗ എ ഡേയ്സ് ഇറ്റ് ഈസ് മോർ ഓഫ് എൻ ഇൻഫർമേഷൻ ഏജ് ടു ദ കമ്മ്യൂണിക്കേഷൻ ഏജ് ആൻഡ് മോസ്റ്റ് റീസെൻ്റ്ലി ഇറ്റ് ഈസ് എ സൈബർ ഓർ നെറ്റ്വർക്കിംഗ് ഏജ് അല്ലേ. നമ്മൾ കാലഘട്ടങ്ങളെക്കുറിച്ച് പറയപ്പെടാറുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ ഒത്തിരി പണ്ടത്തെ കാലഘട്ടം, അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് ഏജ് വാസ് നോൺ എ സ്റ്റോൺ ഏജ് അല്ലേ. സ്റ്റോൺ ഏജ് എന്ന് പറയാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പ്രിൻറ്റിംഗ് ഒക്കെ വന്ന സമയത്ത് പ്രിൻറ്റ് ഏജ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിന് ഓരോ പേരുകളാണുള്ളത് അല്ലേ. ആൻഡ് നൗ ഇറ്റ് ഈസ് ഓൾവേസ് നോൺ ആസ് എ സൈബർ ഓർ ദ നെറ്റ്വർക്കിംഗ് ഏജ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും ഇതെല്ലാം കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ സോ യു ക്യാൻ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നമുക്ക് ജീവശ്വാസം പോലെയാണത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഹൗ വി ബ്രീത്ത്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് our need to be loved, our need to have shelter, our need to have food, our need to have clothing. നമുക്ക് എത്രമാത്രം നമ്മുടെ വീട് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ സ്നേഹിക്കപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഭക്ഷണം കഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, വെള്ളം കുടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ വീടിനുള്ളിൽ സേഫായിട്ട് കഴിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ്. അപ്പം ഇറ്റ്സ് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ ഏജിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഓരോ കാലഘട്ടത്തെയും പറയുന്നത് കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിൻ്റെ ബേസിലാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു സേ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ വെരി ഇൻഡിസ്പെൻസിബിൾ പാർട്ട് ഓഫ് എ ഹ്യൂമൻ ലൈഫ്. ഹ്യൂമൻ ബീങ്സിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതുമാണ് അല്ലേ. ഇനി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇതിൻ്റെ ഒരു വേർഡ് ഒറിജിൻ അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എറ്റിമോളജി, ഈ വാക്കുകളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വേണം. ഹിസ്റ്ററി, എറ്റിമോളജി, ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉത്ഭവം, ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രം, അതുപോലെ എറ്റിമോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ ഒരു ഒറിജിൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എറ്റിമോളജി കാണാം. കമ്മിങ് ടു ദി എറ്റിമോളജി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ഇംഗ്ലീഷ് വേർഡ് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ നൗൺ. അതായത് ലാറ്റിൻ ഒരു നൗണിൽ നിന്നാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടായത്. ലാറ്റിൻ നൗൺ കമ്മ്യൂണസ് ആൻഡ് എ ലാറ്റിൻ വേർബ് കമ്മ്യൂണിക്കെയർ. അതായത് രണ്ട് പദങ്ങളിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ദാറ്റ് ഈസ് ലാറ്റിൻ നൗൺ കമ്മ്യൂണിസ് ആൻഡ് ലാറ്റിൻ വേർബ് കമ്മ്യൂണിക്കെയർ. ആൻഡ് ബോത്ത് ഓഫ് ദിസ് മീൻസ് ടു മേക്ക് കോമൺ. ഒരു കാര്യത്തെ പൊതുവാക്കി തീർക്കുക എന്നുള്ളൊരർത്ഥത്തിലാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് ഈ ഒരുപോലെ ആക്കി തീർക്കൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഐ എം കമ്മ്യൂണിക്കേറ്റിംഗ് ടു യു, റൈറ്റ്. അപ്പം ദർ ഇസ് എ മ്യൂച്വൽ കണക്ഷൻ ബിറ്റ്വീൻ യു ആൻഡ് മീ. അപ്പം നിങ്ങളും ഞാനും തമ്മിലൊരു വി ആർ കണക്റ്റഡ് ടുഗെദർ ടു ഷെയർ എ പെർട്ടിക്കുലർ. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പൊതുവാക്കുന്നു. ലൈക്ക് ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണ്? കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും. അപ്പോൾ ഇറ്റ് ഈസ് ബിക്കമിങ് കോമൺ ബിറ്റ്വീൻ ബോത്ത് ഓഫ് us, റൈറ്റ്. അപ്പം ദാറ്റ് ഈസ് ഹൗ ദ പ്രോസസ് ഗോസ്. അങ്ങനെയാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്സ് എ സോർട്ട് ഓഫ് ഷെയറിങ് തിങ് വിത്ത് sharing between two people, and it is a sort of maintaining a commonality between two people. അതിനൊക്കെ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില വാക്കുകളുണ്ട്. നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ചില വാക്കുകളുണ്ട്. ലൈക്ക് വിച്ച് ഇൻക്ലൂഡ് കമ്മ്യൂണിറ്റി, അതുപോലെ കമ്മ്യൂണിയൻ, കോമണാലിറ്റി, കമ്മ്യൂണിസം എന്ന് പറയുന്ന ചില വാക്കുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാറുണ്ട്. ദീസ് ആർ ഓൾ വേർഡ്സ് വിച്ച് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം
കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കെയർ അല്ലെങ്കിൽ കമ്മ്യൂണിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നൊക്കെ ഒറിജിനേറ്റ് ചെയ്ത വാക്കുകളാണ് ഇതെല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ എറ്റിമോളജി പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് സെൻസ്, നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇൻവോൾവിംഗ് 2 or more persons who come together to share, to dialogue and to commune, or to just be together, say at the festival or a time of mourning. അതായത് നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയലോഗ്, അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആവാം, അല്ലെങ്കിൽ രണ്ടാളുകൾ വന്നിട്ട് ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരു ഷെയറിങ് ഓഫ് ഫീലിങ്സ് ആവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് ടു സേ എ ഹായ്, പരസ്പരം ഒരു ഹായ് ഹലോയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാവാം, അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെ തന്നെ നമ്മളൊരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകുമ്പോൾ വി ആർ ഓൾസോ പാർട്ട് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അല്ലേ. നമ്മൾ ഡയറക്റ്റ് ഒരാളോട് സംസാരിച്ചില്ലെങ്കിൽ പോലും അയാളുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫ്യൂണറലിന് പോവുകയാണ്, അപ്പം നമ്മൾ അവിടെ പോയിട്ട് വലിയ വർത്തമാനമൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും വി ആർ ബീങ് പാർട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ, അല്ലെ അവരുടെ സങ്കടത്തിൻ്റെ ഭാഗമാവാണ് നമ്മൾ. അപ്പം ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇസ് ദസ് ടു നോട്ട് സോ മച്ച് ഓഫ് ആൻ ആക്ട് ഓർ എ പ്രോസസ്സ്. അപ്പോൾ സാധാരണഗതിയിൽ എപ്പോഴും ഒരു ഇങ്ങനെ പറച്ചിലുകൾ മാത്രം ആവണമെന്നില്ല കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ക്യാൻ ബി എ ഫോം ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ടുഗെദർനെസ്. പലപ്പോഴും അത് ഒരു സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ടുഗെദർനെസ്സിൻ്റെ ഭാഗമായിട്ട് വരാം. ലൈക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകുമ്പം, ഒരു ഫ്യൂണറലിൻ്റെ ഭാഗമാകുമ്പം ഒക്കെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമ്മൾ സംസാരിക്കുന്നു കേൾക്കുന്നു ഇത് മാത്രം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. ഓൾ ദിസ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ടുഗെദർനെസ് ഓൾസോ ക്യാൻ ബി നോൺ ആസ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് വി ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ടു വൺ സെൽഫ്, അല്ലെ നമ്മൾ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, നമുക്ക് ഡ്രീംസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വി ടോക്ക് ടു ഗോഡ്, റൈറ്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഡിവൈൻ പവറുമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. ദറ്റ് ഈസ് ഓൾ കമ്മ്യൂണിക്കേഷൻ ടു വൺ സെൽഫ്, നമ്മളോട് തന്നെയുള്ള കമ്മ്യൂണിക്കേഷനാണ് അത് പലപ്പോഴും നടക്കുന്നത്. വി ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ടു നേച്ചറുമായിട്ട് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ മരിച്ച ആളുകളെ അവരെ നമ്മൾ ഓർക്കാറുണ്ട്. ഓൾ ദീസ് ആർ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് കമ്മ്യൂണിക്കേഷൻ, ഹൗ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അടുത്ത ഓഡിയോയിൽ സംസാരിക്കും. ഓക്കെ.